സദസ്സിലുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, അമ്മമാരെ, പ്രിയപ്പെട്ട അംഗനവാടി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയുള്ള ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗനവാടി ജീവനക്കാരെ, നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നാട്ടുകാരെ, സുഹൃത്തുക്കളെ, എടയൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, ശിഷ്യ 11ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ പറ്റുന്ന നല്ലത്ത ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒരു സുദിനമാണ് ഇന്ന്. 2006 മുതൽ വിവിധ വാടക കെട്ടിടങ്ങളിലായി മാറി മാറി സഞ്ചരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ വാർഡിന്റെ അങ്കണവാടിക്ക് സ്വന്തമായി ഒരു കെട്ടിടമെന്ന അത് യാഥാർത്ഥ്യം ഇന്ന് നിലവിൽ വന്നിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാവരെയും പേരെടുത്ത് പറയുന്നില്ല. ഒരുപാട് വ്യക്തികൾ കൈമൈ മറന്ന് 2 ആഴ്ചയായി ഇതിന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യോടുകൂടി പ്രവർത്തിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ ഉൾപ്പെടുന്ന ഈ പ്രദേശം എന്നുള്ളത്. എനിക്ക് അല്പം അഹങ്കാരത്തോടു കൂടി തന്നെ പറയാൻ കഴിയും. അങ്ങനെയുള്ള നമ്മുടെ ഈ സംഘാടക സമിതി അംഗങ്ങൾ ഓരോരുത്തരെയും ഞാൻ പ്രത്യേകം പേരെടുത്ത് പറയാതെ തന്നെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സകലം സഹായമത്തീർപ്പതും തിരുവും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. മൂന്നാക്കൽ ടി പടി അംഗനവാടി ഇന്ന് ഉദ്ഘാടന വേളയിൽ എത്തി നിൽക്കുകയാണ്. നമുക്കറിയാം, ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ അംഗനവാടിക്ക് സ്വന്തമായി സ്ഥലമില്ലാതെയും കെട്ടിടമില്ലാതെയും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 18 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് 10 മാസത്തോളമായി 10 മാസം മുന്നെയാണ് നമ്മൾ ഫണ്ട് വെച്ചതും എത്രയും പെട്ടെന്ന് തന്നെ അത് പണി പൂർത്തീകരിച്ചതും. വാടക കെട്ടിടത്തിൽ നിന്ന് വാടക കെട്ടിടങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത്, മുൻസാബിറയുടെ കാലത്ത് UK ബാപ്പു ഹാജി എന്നവർ സൗജന്യമായി 3 സെന്റ് സ്ഥലം കൊടുത്തതിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അംഗനവാടി കെട്ടിടം പൂർത്തീകരിച്ചത്. നമുക്കറിയാം, എന്റെ കൂടെ നിന്ന എന്റെ ബ്ലോക്ക് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും നന്ദിയും കടപ്പാടും. അവർക്ക് വീണ്ടും അതിന് ഫണ്ട് വെക്കാൻ നമുക്ക് സാധിച്ചു. അൽഹംദുലില്ലാ, നമ്മുടെ എല്ലാ പണികളും നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ചതുപോലെ തന്നെ വലിയൊരു സന്തോഷകരമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നമ്മളൊക്കെ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് 2023-24 സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ 18.5 ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ട് എടയൂർ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 11 സെന്റർ നമ്പർ 17 ടി അംഗൻവാടിക്ക് വലിയൊരു ഫണ്ട് അനുവദിച്ച് അത് ഇന്ന് മനോഹരമായ ഒരു ഉത്സവാന്തരീക്ഷത്തിൽ ഇന്ന് ഈ നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. നേരത്തെ സ്വാഗത പ്രസംഗികനും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2019 പ്രിയപ്പെട്ട ബാപ്പു ഹാജി, അദ്ദേഹത്തിന്റെ ആ ഒരു ഉദാര മനസ്കനായിട്ടുള്ള ബാപ്പു ഹാജി, അദ്ദേഹമാണ് ഈ ഒരു അംഗൻവാടി കെട്ടിടത്തിന് സ്ഥലം സൗജന്യമായി നൽകുകയും ഇവിടെയുള്ള ആളുകളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യപ്രകാരം ബഹുമാനപ്പെട്ട കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ ചിറ്റകത്ത് ഈ വിവരം ഭരണസമിതിയിൽ അവതരിപ്പിക്കുകയും ഭരണസമിതി വിഷയം ചർച്ച ചെയ്ത് അതിനു വേണ്ടുന്ന എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ 18.5 ലക്ഷം രൂപയാണ് ഈ ഒരു അംഗൻവാടിക്ക് എന്നുള്ളത് കൊണ്ട് അത് അനുവദിക്കുകയും ഏതാനും ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട്, നമുക്കറിയാം കഴിഞ്ഞ ഏതാനും ചുരുങ്ങിയ മാസങ്ങൾക്ക് മുൻപെയാണ് അതിന്റെ ഒരു കട്ടിലവെക്കൽ ചടങ്ങ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു അംഗൻവാടി ഇവിടെ വർക്ക് പൂർത്തീകരിച്ച് ഇന്ന് നാടിന് സമർപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്.
ഈ അവസരത്തിൽ ബാപ്പു ഹാജിയെ ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി മുക്തകണ്ഠം അഭിനന്ദിക്കുകയാണ്. മാത്രവുമല്ല, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഈ വാർഡിലെ ജനങ്ങൾ ഈ ഒരു അംഗനവാടി അത് ഏറ്റെടുത്തു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് ആ ഒരു കട്ടില വെക്കൽ ചടങ്ങിൽ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തങ്ങളാണ് ഇതൊക്കെ. ഒരു അംഗനവാടി ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ കുരുന്നു ചിന്തകൾക്ക് അത് നിറം പകർന്നു എന്നാണ് അർത്ഥം. 3 വർഷക്കാലം അമ്മയുടെ കൂടെ ഒരു ഉപഗ്രഹമായി തിരിഞ്ഞു നടക്കുന്ന ഒരു കുട്ടി തൻ്റെ രക്തബന്ധത്തിന്റെ കൈവിട്ട് മറ്റൊരു കൈ പിടിക്കുവാനും അല്ലെങ്കിൽ തൻ്റെ അയൽപക്കത്തെ കുട്ടികളുടെ കൈവിട്ട് മറ്റൊരു കൈ ചേർത്ത് പിടിക്കുവാനുമുള്ള ഒരു അവസരം തന്നെയാണ് ഈ ഒരു അംഗൻവാടി എന്നുള്ളതൊക്കെ. മാത്രവുമല്ല, നിങ്ങളൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ എത്ര നിഷ്കളങ്കരാണ് എന്ന് ചോദിച്ചാൽ അവരുടെ മനസ്സിൽ ജാതിയില്ല, മതമില്ല, മറ്റു കലഹങ്ങളൊന്നും തന്നെ ഇല്ല. അവർക്ക് ഒന്നിച്ചു കൂടിയിരുന്ന് നമുക്കറിയാം, തല ദിവസം നമ്മുടെ കുട്ടികള് നന്നായി അടിപിടി കൂടിയിട്ടുണ്ടെങ്കിൽ പോലും പിറ്റേ ദിവസം അവർ നീക്കുന്ന സമയത്ത് വളരെ നിഷ്കളങ്കമായിട്ടുള്ള ആ ചിരിയോട് കൂടി അവർ കൈയും മെയ്യും മറന്ന് തോളിലൂടെയൊക്കെ കൈയിട്ട് നടക്കുന്ന ഒരു ബാല്യം, ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു ബാല്യകാലം നമ്മളൊക്കെ പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. കാരണം അതാണ് നമ്മുടെ ആ ഒരു ബാല്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് LP സ്കൂളുകളിലേക്ക് പല കുട്ടികളെയും ചേർക്കാൻ വേണ്ടി രക്ഷിതാക്കൾ വരുന്ന സമയത്ത് അമ്മയുടെ അസാന്നിധ്യത്തിൽ വാവിട്ട് കരയുന്ന എത്രയോ കുട്ടികളെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ ഉൾപ്പെടെയുള്ള അവർ അതിലുണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മുടെ അംഗൻവാടികളൊക്കെ സജീവമായി കഴിഞ്ഞു. ഇന്ന് അംഗൻവാടികളിലേക്ക് കുട്ടികളെ വരാൻ തുടങ്ങിക്കഴിഞ്ഞു. മാത്രവുമല്ല, അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ വളരെ ആവേശത്തോടു കൂടി സ്കൂളുകളിൽ പോകുന്നത് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാനസിക ഉല്ലാസത്തിനു വേണ്ടി വളരെയധികം ഫണ്ടുകളാണ് ഈ ഒരു മേഖലയിലേക്ക് ചെലവഴിക്കുന്നത്. നമുക്കറിയാം, എടയൂർ ഗ്രാമപഞ്ചായത്തൊക്കെ പൂരക പോഷകാഹാരത്തിന് വേണ്ടി വലിയൊരു തുക ചെലവഴിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് വീടുകളിൽ നിന്നും ലഭിക്കുന്ന സുരക്ഷിതത്വത്തെക്കാൾ കൂടുതൽ സുരക്ഷിതത്വം അവർക്ക് അംഗൻവാടിയിൽ നിന്നും ലഭിക്കുന്നുണ്ട് എന്നുള്ള ഓരോ ഉത്തമ വിശ്വാസം ഓരോ കുട്ടികളുടെയും രക്ഷിതാക്കൾക്കുണ്ട്. മാത്രവുമല്ല, ഇന്ന് വലിയ ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ചടങ്ങ് തന്നെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട റിയാസിന്റെ വൈഫാണ് ഏകദേശം ഒരു 10 കിലോ വരുന്ന കേക്കാണ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള ഓരോ വാർത്തകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അവരുടെ വലിയൊരു പങ്ക് തന്നെ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരുടെയും മഹനീയമായ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ ഒരു മഹത്തായ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, ജയ് ഹിന്ദ്. എന്തായാലും ഈ ഒരു പ്രൗഢമായ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന ഈ 11ാം വാർഡിൻ്റെ പൊതുപ്രവർത്തകരെയും രക്ഷിതാക്കളെയും എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്. വിശ്വനാഥൻ മെമ്പർ മജീദ് അവர்களെയും ക്ഷണിക്കുന്നു. എന്തായാലും നമ്മൾ വളരെ വലിയ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ ഈ ഗ്രാമത്തിലെ ആളുകൾ. കാരണം കുറേ വർഷങ്ങളായി വാടക കെട്ടിടത്തിൽ നിന്ന് കെട്ടിടങ്ങളിലേക്ക് എന്നാണ് നമ്മുടെ സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ അധ്യക്ഷയും പറഞ്ഞു. അനുവദിച്ച് ഒരു അംഗനവാടിയുടെ ഉദ്ഘാടനം കർമ്മം കഴിഞ്ഞിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം 18 ലക്ഷം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. എന്തായാലും ഇന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് ഇത്രയും ലക്ഷം രൂപ ചെലവഴിച്ച് നിങ്ങൾക്ക് ഇതുവരെ ലഭിക്കാത്ത ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്ന അംഗൻവാടിക്ക് ഫണ്ട് അനുവദിച്ച് ഞങ്ങൾ ഈ ഭരണസമിതി ഇരിക്കുന്ന സമയത്ത് നാടിന് സമർപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒരുപാട് ഇത്രമാത്രം സന്തോഷമുള്ള ഒരു നിമിഷം നമുക്ക് ആർക്കുണ്ടായില്ല. എനിക്ക് പ്രത്യേകിച്ചു
ഭാഗ്യം ഉണ്ടാവാൻ സാധിച്ചു. പിന്നെ നമ്മൾ പ്രത്യേകം പറയേണ്ടത് നമ്മൾ സാബറയാണ് എന്നോട് നിരന്തരമായിട്ട് സ്ഥലത്തിന് വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഞാൻ ആലോചിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അവൾ വെറുതെ പറഞ്ഞ് കാശ് എന്തായാലും തരുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ഇനിയും വെറുതെ പറഞ്ഞാണ്. പിന്നെ അപ്പോൾ ഞാൻ മുസ്ലിം പറഞ്ഞു വെച്ചാൽ ശ്രദ്ധ അപ്പോൾ അവർക്ക് സംശയമായിരുന്നു അപ്പോൾ തരുമോ ഇല്ലയെന്ന്. ഇവിടെ ആത്മാർത്ഥത്തോടെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ പങ്കെടുത്ത വിദ്യാർത്ഥികളും രക്ഷിതാക്കളും നമ്മുടെ സേവയുടെ രക്ഷിതാക്കളും എല്ലാവർക്കും പ്രത്യേകം ആശംസ നടത്തുന്നത് ഞാൻ ശ്രമിക്കുന്നു. വളരെ സന്തോഷമുളവാക്കുന്ന ഒരു അനർഘമായ വേളയായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഉദ്ഘാടന പരിപാടി നീട്ടിക്കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് അവർക്ക് വേണ്ടി വഴിമാറി കൊടുക്കണം. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആദരണീയനായിരുന്ന UK കുഞ്ഞു മുഹമ്മദ് ഹാജി സ്മാരക മൂന്നാക്കൽ അങ്കണവാടി കെട്ടിടത്തിന് ബഹുമാനയായ പ്രസിഡന്റ് വസീമ വേളരി അവർ ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. പറയാണ്ടിരിക്കാൻ നിർവാഹമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ 1975 ഒക്ടോബർ 2-നാണ് അന്ന് സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ അങ്കണവാടികൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്നും തുടരുന്നു. നമ്മളെല്ലാം കുട്ടികളുടെ കലാപരിപാടിക്ക് കാത്തിരിക്കുകയാണ്. ഒറ്റ കാര്യം മാത്രം പറയുകയാണ്, നമ്മുടെ ദീർഘകാലത്തെ ഒരു സ്വപ്നം ഇവിടെ പൂവണിയുകയാണ്. അതിന്റെ സന്തോഷം എല്ലാവരിലും നമ്മളുടെ മുഖത്തൊക്കെ നമ്മുടെ രക്ഷിതാക്കളിലും കുട്ടികളിലൊക്കെ ഉണ്ട്. മെമ്പർ VP സാബിറ യഥാർത്ഥത്തിൽ ഇവിടെ എനിക്ക് പകരം നമ്മോട് ആശംസിക്കേണ്ടതായിരുന്നു. പക്ഷെ അവരുടെ വളരെ അത്യാവശ്യമുള്ള ഒരു പരിപാടിക്ക് വേണ്ടി സ്ഥലത്തില്ല. അവർ കോഴിക്കോട് പോയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയത്. ഏതായാലും വളരെ സന്തോഷമുള്ള ഒരു സന്ദർഭമാണിത്. ഗംഭീരമായ ഈ സദസ്സിന് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നു. സന്തോഷകരമായ ഒരു നിമിഷം. നിങ്ങളുടെ ഒരുപാട് കാലത്തെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചു, ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. ഇങ്ങനൊരു പ്രദേശത്ത് ഇങ്ങനൊരു സ്ഥാപനം ഉണ്ടാക്കാൻ ഫണ്ട് വിനിയോഗിച്ചു എന്നുള്ളതും അത് യാഥാർത്ഥ്യമാക്കി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ വേദി തന്നെ അതിന് ഉദാഹരണമാണ്. നിങ്ങൾ എല്ലാവരെയും അത് ഈ ഇങ്ങനൊരു ചടങ്ങ് സംഘടിപ്പിച്ച വളരെ ഭംഗിയായി സംഘടിപ്പിച്ച നിങ്ങളെ നമ്മൾ അഭിനന്ദിക്കുന്നു. നമ്മളെ വാപ്പാക്കാണ് നമുക്ക് ഫ്രീ ആയിട്ട് സ്ഥലം അനുവദിച്ചു തന്നത്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കും ദൈവം ആയുസ്സും ആരോഗ്യം നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.